എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 14-ാമത്തെ സർഗത്തിൽ 46 മുതൽ 54 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഋത്വിക്കുകൾക്ക് ദശരഥൻ ദാനം ചെയ്തു എന്നുള്ളതാണ്. അത് കിട്ടിയപ്പോൾ ആ ഋത്വിക്കുകൾക്ക് ഉണ്ടായതായ മാനസികാവസ്ഥയെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ ശ്ലോകങ്ങളിൽ പറയണത്. ആദ്യം 46-ാമത്തെ ശ്ലോകം നോക്കാം. ഏവം ദത്വാ പ്രഹൃഷ്ടോ ഭൂത് ശ്രീമാൻ ഇക്ഷ്വാകുനന്ദന ഋത്വിജസ്ത്വബ്രുവൻ സർവേ രാജാനം ഗതകിൽബിഷം. ഏവം ദത്വാ, ഇപ്രകാരം ദാനമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ വിധിക്കനുസരിച്ച ബ്രഹ്മാവ് എങ്ങനെയാണോ യാഗം ചെയ്തത് അതേപോലെ തന്നെയാണ് ദശരഥനും യാഗം ചെയ്തത്. യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല. അതൊക്കെ കഴിഞ്ഞപ്പോൾ രാജാവിന് വളരെയധികം സന്തോഷമായി. അതാണ് ശ്രീമാൻ ഇക്ഷ്വാകുനന്ദന പ്രഹൃഷ്ട അഭൂത്. ഇക്ഷ്വാകുവിൻ്റെ കുലത്തിൽ പിറന്നവനായിട്ടുള്ള ദശരഥൻ വളരെയധികം സന്തോഷവാനായി കാണപ്പെട്ടു. ശ്രീമാൻ ഐശ്വര്യസമ്പന്നനായിട്ടുള്ള ഈ രാജാവ് ദശരഥൻ വളരെയധികം സന്തുഷ്ടനായിട്ട് കാണപ്പെട്ടു. അങ്ങനെ രാജാവ് ഇതൊക്കെ ദാനം ചെയ്ത് അവിടെ ഇരിക്കുമ്പോൾ അവിടേക്ക് വന്നിട്ട് ഋത്വിക്കുകളും പറയാൻ ആരംഭിച്ചു എന്നാണ് പറയണത്. അതാണ് ഋത്വിജസ്ത്വ അബ്രുവൻ സർവേ രാജാനം ഗതകിൽബിഷം. എല്ലാ അപരാധങ്ങളും മാറി പുത്രന്മാരുണ്ടാവാത്തതിന് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ശാപങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അത്രയ്ക്കും വലിയതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നത്. അങ്ങനെ അശ്വമേധയാഗമൊക്കെ ചെയ്തു എല്ലാ പാപങ്ങളും അകന്നുപോയവനായിട്ടുള്ള ദശരഥനോട് സർവേ ഋത്വിജ, എല്ലാ ഋത്വിക്കുകളും വന്നിട്ട് ഇപ്രകാരം അബ്രുവൻ പറഞ്ഞു. ബഹുവചനാണ് അബ്രുവൻ. ഋത്വിക്കുകൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അതാണ് 47-ാമത്തെ ശ്ലോകത്തിൽ. ഭവാനേവ മഹീം കൃത്സ്നാമേകോ രക്ഷിതുമർഹതി ന ഭൂമ്യാ കാര്യമസ്മാകം നഹി ശക്താസ്മപാലനേ. വളരെ ലളിതമായിട്ടുള്ള ശ്ലോകമാണ്. ഈ ഭൂമിയൊക്കെ കിട്ടിയിട്ടേ ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല. അതാണ് ഭവാനേവ മഹീം കൃത്സ്നാം ഏകോ രക്ഷിതുമർഹതി. ഭവാൻ ഏകഹ ഏവ, അങ്ങ് ഒരാൾക്ക് മാത്രമേ ഈ കൃത്സ്നാം മഹീം, ഈ ഭൂമി മുഴുവനും പരിരക്ഷിക്കുവാൻ അർഹതയുള്ളൂ, പറ്റുകയുള്ളൂ എന്നർത്ഥം. ഞങ്ങൾക്ക് കിട്ടിയ ഭൂമി അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അതാണ് ന ഭൂമ്യാകാര്യം അസ്മാകം. ഞങ്ങളെപ്പോലെയുള്ള ഋത്വിക്കുകൾക്ക് ഈ ഭൂമി കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ അതിലല്ല ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്തറിയില്ല? പാലനേ നഹി ശക്താഹ സ്മ. ഈ രാജ്യം പരിപാലിക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് വലിയ ശക്തിയില്ല. രാജ്യം പരിപാലിക്കുന്നത് അങ്ങ് തന്നെ ആവുകയാണ് നല്ലത്. ഈ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചു, പക്ഷേ അങ്ങ് തന്നെ ഇതൊക്കെ നോക്കിയാൽ മതി എന്നാണ് ഋത്വിക്കുകൾ ചെന്ന് ദശരഥനോട് പറയണത്. ഞങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയില്ല. രാജ്യം കൊണ്ടു നടക്കാനുള്ള പ്രാപ്തിയൊന്നും ഞങ്ങൾക്കില്ല. അതൊക്കെ അങ്ങയുടെ തന്നെ ചുമതലയാണ്. ഇനി പറയാണ് ഞങ്ങളുടെ സ്വഭാവം എന്താണ്. അതാണ് 48-ാമത്തെ ശ്ലോകത്തിൽ. രഥാസ്വാധ്യായകരണേ വയം നിത്യം ഹി ഭൂമിപ നിഷ്ക്രയം കിഞ്ചിദേവേഹ പ്രയച്ഛതു ഭവാനിധി. ഞങ്ങളുടെ താല്പര്യമെന്ന് പറയണത് എന്താണ്? വയം നിത്യം, ഹേ ഭൂമിപ, അല്ലയോ മഹാരാജാവേ, ഞങ്ങളെന്നും തന്നെ സ്വാധ്യായകരണേ രഥാഹ, സ്വാധ്യായം ചെയ്യുന്നതിലൊക്കെയാണ് ഞങ്ങളുടെ താല്പര്യം. അതായത് വേദം തന്നെ താനെ പഠിച്ചെടുക്കുക. സ്വാധ്യായം ചെയ്യാച്ചാൽ അവരവർ തന്നെ താൻ പഠിക്കുക എന്നർത്ഥം. അങ്ങനെ പഠിക്കുന്നതിൽ, വേദമൊക്കെ പരിശീലിക്കുന്നതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം താല്പര്യം. അല്ലാതെ ഭൂമി കൈകാര്യം ചെയ്യുന്നതിലോ ഭരിക്കുന്നതിലോ ഒന്നും യാതൊരു താല്പര്യവുമില്ല. എന്നിട്ട് രാജാവിനോട് പറയാണ്, നിഷ്ക്രയം കിഞ്ചിദേവേഹ പ്രയച്ഛതു ഭവാനിധി. അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഞങ്ങൾക്ക് തന്നാൽ മതി. മറ്റേതെങ്കിലും തരത്തിലുള്ളതായ സംഭാവനകൾ ഒന്നും തരണ്ടെന്നൊന്നുമല്ല കേട്ടോ പറയണത്. ഞങ്ങൾക്ക് ഭൂമി ആവശ്യമില്ല, മറ്റെന്തെങ്കിലും തരൂ. അതാണ് നിഷ്ക്രയം. നിഷ്ക്രയം ലീലാവതി ടീച്ചറുടെ പുസ്തകത്തിൽ നിഷ്ക്രിയം എന്നാണ് കാണുന്നത്. അത് അച്ചടി തെറ്റാവാനാണ് വഴി. നിഷ്ക്രയം എന്നുള്ള പാഠമാണ് ശരിയായിട്ടുള്ള പാഠം. അതാണ് സംഭാവനയായിട്ട്, വിൽക്കുകയൊന്നുമല്ല. വിൽക്കുകയും വാങ്ങുകയൊന്നും ചെയ്യാതെ ഞങ്ങൾക്ക് ദാനമായിട്ട് മറ്റെന്തെങ്കിലും തരൂ. നിഷ്ക്രയം കിഞ്ചിദേവേഹ, മറ്റെന്തെങ്കിലും തരൂ. എങ്ങനെ? അതായത് ഭൂമി അല്ലാത്ത മറ്റെന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നാലും. ഭവാൻ പ്രയച്ഛതു, ഞങ്ങൾക്ക് ദാനമായിട്ട് മറ്റെന്തെങ്കിലും തരൂ, ഭൂമി അല്ലാത്ത മറ്റെന്തെങ്കിലും എന്നർത്ഥം.
എന്നിട്ട് 49-ാമത്തെ ശ്ലോകത്തിൽ എന്തൊക്കെ തരാം എന്നുള്ളത് അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മണിരത്നം സുവർണം വാ ഗാവോ യദ്വാ സമുദ്യതം തത്പ്രയച്ഛ നൃപശ്രേഷ്ഠ ധരണ്യാന പ്രയോജനം. അല്ലയോ നൃപശ്രേഷ്ഠ, അല്ലയോ മഹാരാജാവേ, ധരണ്യാന പ്രയോജനം, ഭൂമി കിട്ടിയിട്ട് ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് തന്നോളൂ, മണിരത്നം സുവർണം ഗാവഹ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. മണിരത്നം, രത്നങ്ങൾ, സ്വർണം, അതുപോലെ തന്നെ പശുക്കൾ. സ്വർണം, രത്നം, പശുക്കൾ ഇതൊക്കെ കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇതൊക്കെ ദാനമായിട്ട് തന്നാൽ മതി എന്നർത്ഥം. മണിരത്നം എന്നുള്ളതിന് രത്നം കൊണ്ടുണ്ടാക്കിയതായ ആഭരണമെന്നും പാഠത്തിൽ കാണാനുണ്ട്, വ്യാഖ്യാനത്തിൽ കാണാനുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി, അതൊന്നും ധാരാളം ഒന്നും വേണ്ട. യദ്വാ സമുദ്യതം തത് പ്രയച്ഛ, അതിവിടെ ഉണ്ട് എങ്കിൽ മാത്രം കുറച്ച് തന്നോളൂ, അല്ലാതെ ഒരുപാടൊന്നും വേണ്ട. അനവധി ദാനമായിട്ടൊന്നും കിട്ടണ്ട, പേരിന് ദാനം ചെയ്തു എന്നുള്ള രീതിയിൽ ഇതൊക്കെ എന്തെങ്കിലും തന്നാൽ മതി, ഭൂമിയൊന്നും തരണ്ട എന്നർത്ഥം. ഇത് കേട്ടിട്ട് രാജാവ് എന്താണ് ചെയ്തതെന്നുള്ളതാണ് 50-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഏവമുക്തോ നരപതിർബ്രാഹ്മണൈർവേദപാരകൈഃ ഗവാം ശതസഹസ്രാണി ദശം തേഭ്യോ ദദൗ നൃപ. ഏവം ഉക്ത നൃപ നരപതി ബ്രാഹ്മണൈഃ വേദപാരകൈഃ ഏവം ഉക്ത നരപതി. നൃപ നരപതി, അതായത് വേദങ്ങൾ ധാരാളം പഠിച്ചിട്ടുള്ളവരായ ബ്രാഹ്മണരാൽ ഇപ്രകാരം പറയപ്പെട്ട നൃപൻ, നരപതിയൊക്കെ ഒരേ അർത്ഥം തന്നെയാണ്. മഹാരാജാവായിട്ടുള്ള ദശരഥൻ എന്താ ചെയ്തത്? ദശ ഗവാം ശതസഹസ്രാണി, ഗവാം ദശശതസഹസ്രാണി, പശുക്കളുടെ ശതസഹസ്രം എന്ന് പറഞ്ഞാൽ 10,000, അത് ഇൻറ്റു 10, അതായത് 10 ലക്ഷം. 10 ലക്ഷം പശുക്കളെ ദാനം ചെയ്തു അത്രേ. ഗവാം ശതസഹസ്രാണി ദശ തേഭ്യോ ദദൗ നൃപ. തേഭ്യ, ആ ഋത്വിക്കുകൾക്ക് 10 ലക്ഷം പശുക്കളെ ദാനം ചെയ്തു എന്നർത്ഥം. ഇനി മറ്റൊരു ദാനം കൂടി ഉണ്ടായിരുന്നു. 51-ാമത്തെ ശ്ലോകത്തിൽ നോക്കാം. ദശകോടിം സുവർണസ്യ രജതസ്യ ചതുർഗുണം ഋത്വിജസ്തു തതഃസർവേ പ്രദദുസ്സഹിതാവസു. അവർക്ക് വേറെ എന്തൊക്കെയാണ് കൊടുത്തത്? ദശകോടിം സുവർണസ്യ, സ്വർണത്തിൻ്റെ 10 കോടി സ്വർണ്ണ നാണയങ്ങളായിരിക്കണം, 10 കോടി സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു. രജതസ്യ, അതുപോലെ വെള്ളിയുടെ ആകട്ടെ ചതുർഗുണം 10 × 4 40 കോടി വെള്ളി നാണയങ്ങളും കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ അതൊക്കെ സ്വീകരിച്ച, ദാനമായിട്ട് സ്വീകരിച്ചവരായിട്ടുള്ള ഋത്വിക്കുകൾക്ക് വളരെയധികം സന്തോഷമായി. ഋത്വിജസ്തു തത സർവേ പ്രദദു സഹിത വസു. അത് അടുത്തൊരു വരി കൂടി ചേർത്ത് പറഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഋഷ്യശൃംഗായ മുനയെ വസിഷ്ഠായ ച ധീമതേ, അതും കൂടി കൂട്ടി പറയണം. അത് 52-ാമത്തെ ശ്ലോകത്തിൻ്റെ ഭാഗമാണെങ്കിലും ഇതിലേക്കാണ് ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെ ദാനം, പശുക്കളെയും സ്വർണമൊക്കെ ദാനമായിട്ട് കിട്ടിയവരായിട്ടുള്ള ആ ഋത്വിക്കുകൾ അവരുടെ കയ്യിലുള്ളതായ വസു, ധനങ്ങൾ മുഴുവനും തന്നെ, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയതായിട്ടുള്ള ഭൂമിയോ അങ്ങനെ എല്ലാം തന്നെ എന്തു ചെയ്തു? ഋഷ്യശൃംഗനും വസിഷ്ഠനുമായിട്ട് കൊടുക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഇവിടെ പറയണത്. അപ്പോൾ അവർക്ക് കിട്ടിയതായിട്ടുള്ള സ്വത്തൊക്കെ എന്തു ചെയ്തു? എല്ലാവരും കൂടിയിട്ട് വസിഷ്ഠനും അതുപോലെ ഋഷ്യശൃംഗനും കൊടുത്തു. അവരെന്താണ് ചെയ്തത് എന്നുള്ളതാണ് പറയണത്. അതിൻ്റെ അടുത്ത വരിയാണ്. തതസ്തേ ന്യായത കൃത്വാ പ്രവിഭാഗം ദ്വിജോത്തമാഹ. അങ്ങനെ ആ കിട്ടിയ സാധനങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് അത് കൂട്ടിവച്ചുകൊണ്ട് എല്ലാവർക്കും കൃത്യമായിട്ട് ഭാഗിച്ചു കൊടുത്തത് ഋഷ്യശൃംഗനും അതുപോലെ തന്നെ വസിഷ്ഠനും ചേർന്നിട്ടാണ്. അതായത് വസിഷ്ഠനും ഋഷ്യശൃംഗനും കൂടിയിട്ട് ഈ ഋത്വിക്കുകൾ എന്തൊക്കെ കൊടുത്തുവോ അതിനെ കൃത്യമായിട്ട് ഭാഗം വെച്ച് ഓരോരുത്തർക്കും ആവശ്യാനുസരണം ദാനം ചെയ്തത് ഋഷ്യശൃംഗനും വസിഷ്ഠനും കൂടിയിട്ടാണ്. അടുത്തതായിട്ട് 53-ാമത്തെ ശ്ലോകമാണ്. സുപ്രീത മനസഃ സർവേ പ്രത്യൂജുർമുദിതാഭൃശം തതഃ പ്രസർപ്പകേഭ്യസ്തു ഹിരണ്യം സുസമാഹിത. അവർക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമായി. അതായത് കിട്ടാൻ എത്രയാണോ വിചാരിച്ചത് അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി അധികമായിട്ടാണ് ഋത്വിക്കുകൾക്ക് ദാനം ലഭിച്ചത്. അതിലെല്ലാവരും സന്തുഷ്ടരായി. സർവേ പ്രത്യൂജുർമുദിതാഭൃശം, സർവേ മുദിതാഹ, സന്തുഷ്ടരായിട്ടുള്ള അവരെല്ലാവരും തിരിച്ച് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളെല്ലാവരും തൃപ്തരായി എന്നുള്ളത് അവരെ അറിയിച്ചു. ദശരഥനെ ആയാലും വസിഷ്ഠനെയും
അതുപോലെ ഋഷ്യശൃംഖനെയും ഒക്കെ വന്ന ആ ഋത്വിക്കുകൾ അവരുടെ സന്തോഷം അറിയിച്ചു. എന്നിട്ടോ തതഃ പ്രസർപ്പകേഭ്യസ്തു ഹിരണ്യം സുസമാഹിത. പ്രസർപ്പകന്മാർ എന്ന് പറഞ്ഞാൽ അവിടെ യാഗം കാണാനായിട്ട് വന്നുകൂടിയവരായിട്ടുള്ള ബ്രാഹ്മണർ, അവർ വലിയ ധനികന്മാരും സമ്പന്നന്മാരും ഒന്നും ആയിക്കൊള്ളുന്നില്ല, അവർക്കൊക്കെയും ദാനം കൊടുത്തു. അതാണ് തതഃ പ്രസർപ്പകേഭ്യ തു ഹിരണ്യം സുസമാഹിത. അവരെല്ലാവരും കാണാൻ വേണ്ടി വന്നവരാണ്, അവർക്കും സ്വർണം ദാനമായിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ദാനമായിട്ട് കൊടുക്കുകയും ഉണ്ടായി എന്നർത്ഥം. ജാംബുനദം കോടിസംഖ്യം ബ്രാഹ്മണേഭ്യോ ദദൗ തദാ ദരിദ്രായ ദ്വിജായാഥ ഹസ്താഭരണമുത്തമം. പിന്നെ എന്തൊക്കെ കൊടുത്തു എന്ന് പറയാണ്. ജാംബുനദം കോടിസംഖ്യം. ജാംബുനദം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയങ്ങളാണ്. ആ സ്വർണ്ണ നാണയങ്ങൾ കോടിക്കണക്കിന്, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയ്ക്ക് സ്വർണ്ണ നാണയങ്ങൾ ബ്രാഹ്മണേഭ്യോ ദദൗ, ബ്രാഹ്മണർക്കായിട്ട്, അത് കാണാൻ വന്ന ആ യാഗത്തിൽ മുഴുവനും പങ്കെടുത്തവരായിട്ടുള്ള ബ്രാഹ്മണർക്ക് കോടിക്കണക്കിന്, ഒരാൾക്ക് കോടിക്കണക്കിന് എന്നല്ല, കോടിക്കണക്കിന് ദാനം ചെയ്തു. അവിടെ വന്നവർക്ക് എല്ലാവർക്കും ദാനം ലഭിച്ചു, ബ്രാഹ്മണർക്ക് എല്ലാവർക്കും ദാനം ലഭിച്ചു. അവിടെ വന്നവരിൽ അധികം എങ്ങനെയുള്ളവരായിരുന്നു? ദരിദ്രായ ദ്വിജായ, ദരിദ്രന്മാരായിട്ടുള്ള ദ്വിജന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് രാജാവ് എന്തു ചെയ്തു? ഹസ്താഭരണം ഉത്തമം ദദൗ, തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹസ്താഭരണം, സ്വർണം കൊണ്ടുള്ളതായ വളയും ഊരിക്കൊടുക്കേണ്ടായി. ആ സമയത്ത് സന്തുഷ്ട ചിത്തനായിട്ടുള്ള ദശരഥൻ എന്തെന്തൊക്കെ ദാനം ചെയ്തില്ല, എല്ലാം ദാനം ചെയ്തു. ഇതുപോലെ തന്നെ രഘുവിൻ്റെ യാഗത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, വിശ്വജിത് യാഗം എല്ലാം കൊടുത്തിട്ട് ഈ പാടത്ത് നിൽക്കുന്ന നെൽക്കതിരൊക്കെ മുറിച്ചെടുത്തതിന് ശേഷം നിൽക്കുന്ന കുറ്റി പോലെ ശോഭിച്ചു. എല്ലാ ധനങ്ങളും ഊർത്തി എടുത്തതായ അതായത് ഒരു നെൽച്ചെടിയുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് നെല്ല് വിത്താണ്. അത് മുഴുവനും അരിഞ്ഞുകൊണ്ട് പോയി, അതായത് കറ്റകളൊക്കെ കെട്ടിക്കൊണ്ട് പാടത്തുനിന്ന് പോകുമ്പോൾ ബാക്കി ഉണ്ടാകുന്ന കാല അല്ലെങ്കിൽ ഈ നെല്ലിൻ്റെ കുറ്റിയെ കാണുമ്പോൾ ഏതൊരവസ്ഥയാണോ അതിൻ്റെ ജീവിതം സാർത്ഥകമായി എന്ന് പറയാം. അതുപോലെ ഒരവസ്ഥയാണ് രഘുവിന് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ദശരഥൻ്റെ യാഗം ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയെപ്പറ്റി പറയാണ്. അവർ സന്തോഷം കൊണ്ട് വന്നവർക്കൊക്കെ ധാരാളം ദാനം ചെയ്തു എന്നാണ് പറയണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഏവം ദത്വാ പ്രഹൃഷ്ടോ ഭൂത് ശ്രീമാനിക്ഷ്വാകുനന്ദന ഋത്വിജസ്ത്വബ്രുവൻ സർവേ രാജാനം ഗതകിൽബിഷം ഭവാനേവ മഹീം കൃത്സ്നാമേകോ രക്ഷിതുമർഹതി ന ഭൂമ്യാ കാര്യമസ്മാകം നഹി ശക്താസ്മപാലനേ രഥാസ്വാധ്യായകരണേ വയം നിത്യം ഹി ഭൂമിപ നിഷ്ക്രയം കിഞ്ചിദേവേഹ പ്രയച്ഛതു ഭവാനിധി മണിരത്നം സുവർണം വാ ഗാവോ യദ്വാ സമുദ്യതം തത്പ്രയച്ഛ നൃപശ്രേഷ്ഠ ധരണ്യാ ന പ്രയോജനം ഏവമുക്തോ നരപതിർബ്രാഹ്മണൈർവേദപാരകൈഃ ഗവാം ശതസഹസ്രാണി ദശതേഭ്യോ ദദൗ നൃപ ദശകോടിം സുവർണസ്യ രജതസ്യ ചതുർഗുണം ഋത്വിജസ്തു തതഃ സർവേ പ്രദദു സഹിതാവസു ഋഷ്യശൃംഗായ മുനയേ വസിഷ്ഠായ ച ധീമതേ തതസ്തേ ന്യായതഃ കൃത്വാ പ്രവിഭാഗം ദ്വിജോത്തമാഃ സുപ്രീതമനസഃ സർവേ പ്രത്യൂജുർമുദിതാ ഭൃശം തതഃ പ്രസർപ്പകേഭ്യസ്തു ഹിരണ്യം സുസമാഹിത ജാംബുനദം കോടിസംഖ്യം ബ്രാഹ്മണേഭ്യോ ദദൗ തദാ ദരിദ്രായ ദ്വിജായാഥ ഹസ്താഭരണമുത്തമം. 54-ാമത്തെ ശ്ലോകത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത ശ്ലോകത്തിലാണ് പറയണത്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെന്നുള്ളത് കൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.